ഇന്ത്യൻ വിരോധി ആയ വംശവറിയനായ ചാർലി കിർക്ക് മരിച്ചു, അല്ലെങ്കിൽ കൊല്ലപ്പെട്ടു, വെടിവെച്ച് കൊന്നു. അതിലൊരു പ്രതിയെ കഴിഞ്ഞ ദിവസം പിടിക്കുകയൊക്കെ ചെയ്തു. പക്ഷേ അദ്ദേഹത്തിന്റെ മരണത്തിൽ ദുരൂഹതകളുണ്ട് എന്നാണ് പുറത്തു വരുന്നത്. എന്താണ് ആ ദുരൂഹതകൾ? എന്തെങ്കിലും ഈ അമേരിക്കയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അതിലുണ്ടോ? ഈ ദുരൂഹത എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ കേട്ട ദുരൂഹതയല്ല, അവിശ്വസനീയമായ ദുരൂഹത ഈ ചാർലി കിർക്കിൻ്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഉണ്ട് എന്നുള്ളതാണ്. രണ്ട് കാര്യങ്ങൾ പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ ഞെട്ടിപ്പോവും. ഒന്ന്, ഈ ചാർലി കിർക്ക് കൊല്ലപ്പെട്ടത് കഴിഞ്ഞ 10-ാം തീയതിയാണ്. ഇന്ന് എത്ര തീയതി? ഇന്ന് 14. അപ്പോൾ ഈ ചാർലി കിർക്ക് കൊല്ലപ്പെടുന്നതിന് മുമ്പ് തന്നെ, അതായത് 9-ാം തീയതി ഇയാളുടെ, അതായത് ദ ഷൂട്ടിംഗ് ഓഫ് ചാർലി കിർക്ക് എന്ന തലക്കെട്ടോടുകൂടി ഒരു പുസ്തകം ആമസോണിൽ പ്രസിദ്ധീകരണത്തിനായി ലിസ്റ്റ് ചെയ്യപ്പെട്ടു. അതെങ്ങനെയാണെന്ന് ഇത് ആർക്കും പിടികിട്ടുന്നില്ല. ഒരാൾ കൊലപാതകം നടക്കുന്നു, സാധാരണ അങ്ങനെയാണല്ലോ, ഒരു സംഭവം ഉണ്ടായാലും അതിനെ ആസ്പദമാക്കി കഥയോ നോവലോ ഒക്കെ പ്രസിദ്ധീകരിക്കാറുണ്ട്. പക്ഷേ അതൊക്കെ എഴുതി തയ്യാറാക്കാനായിട്ട് കുറഞ്ഞതൊരു 1-2 മാസമെങ്കിലും വേണ്ടി വരും. പക്ഷേ അതിനു മുമ്പ് തന്നെ ഇതെങ്ങനെ അതിൽ വന്നു എന്നുള്ളതാണ്. അതിൻ്റെ എഴുത്തുകാരൻ്റെ പേര് അനസ്താസിയ ജെ കാസെ എന്ന് പറയുന്ന ആളാണ്. ഇയാൾ ഇതിനെക്കുറിച്ച് എങ്ങനെയാണ് ഇത് അറിഞ്ഞത്, അല്ലെങ്കിൽ ആ വെറും ഒരു തലക്കെട്ട് മാത്രമേ ഉള്ളൂ, ആ പുസ്തകത്തിൻ്റെ ഉള്ളടക്കം എന്താണ് എന്നറിയില്ല. പക്ഷേ ആമസോൺകാർ ഇതിൻ്റെ അപകടം മനസ്സിലാക്കി അവരപ്പോൾ തന്നെ അതിൽ നിന്ന് പിൻവലിച്ചിട്ടൊരു വിശദീകരണമായിട്ട് വന്നു. ഇത് 9-ാം തീയതിയല്ല, 10-ാം തീയതി ഇയാളുടെ മരണത്തിന് ശേഷമാണ് ഇത് പ്രസിദ്ധീകരിക്കാൻ ലിസ്റ്റ് ചെയ്തത് എന്നുള്ളതാണ്. ഏതായാലും ആ പുസ്തകത്തിൻ്റെ ഉള്ളടക്കം എന്താണെന്ന് അറിയില്ല. പിന്നെ രണ്ടാമത്തെ ദുരൂഹത, ഈ ചാർലി കിർക്ക് ഉറപ്പായും കൊല്ലപ്പെടും എന്നുള്ളത് ഈ ഒരു ഉട്ടാ വാലി യൂണിവേഴ്സിറ്റിയിലെ പ്രഭാഷണത്തിൽ പങ്കെടുക്കുമ്പോഴാണല്ലോ ഇയാൾ മരിക്കുന്നത്. അപ്പോൾ ആ പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ ഉറപ്പായും കൊല്ലപ്പെടുമെന്ന് ഒരു സുരക്ഷാ ഉദ്യോഗസ്ഥൻ ഈ ചാർലി കിർക്കിന് വ്യക്തിപരമായി മുന്നറിയിപ്പ് കൊടുത്തു. ആ സുരക്ഷാ ഉദ്യോഗസ്ഥൻ്റെ പേര് ക്രിസ് ഹെർസോഗ് എന്നാണ്. ഇദ്ദേഹം ഒരു സ്വകാര്യ ഈ ബോഡി ഗാർഡ് എന്നൊക്കെ പറയുമല്ലോ, ആ ഒരു ഏജൻസിയുടെ നടത്തിപ്പുകാരനാണ്. ഇയാൾ കഴിഞ്ഞ മാർച്ച് 6 മുതൽ ഈ ചാർലി കിർക്കുമായിട്ട് ബന്ധമുണ്ട്. പക്ഷേ ആ സമയത്ത് ഈ ചാർലി കിർക്ക് നമുക്കറിയാമല്ലോ, ട്രംപിൻ്റെ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിനിലൊക്കെ വളരെ സജീവമായി പങ്കെടുത്തിരുന്ന ഒരാളാണ്. അപ്പോൾ ആ നിലയിൽ ഇയാളുമായിട്ട് പരിചയമുണ്ട്. അപ്പോൾ തന്നെ ഈ ചാർലി കിർക്കിന് മുന്നറിയിപ്പ് കൊടുത്തിരുന്നു, നിങ്ങൾ കൊല്ലപ്പെടും. പക്ഷേ ആ മുന്നറിയിപ്പ് ഈ പറയുന്ന ചാർലി കിർക്ക് അവഗണിച്ചു. വരുന്നത് വരട്ടെ എന്നുള്ള ഒരു മനസ്ഥിതിക്കാരനാണ് അയാളെന്നാണ് ഇങ്ങനെ പറയുന്നത്. ഏതായാലും അയാൾ പ്രവചിച്ചതുപോലെ തന്നെ, അല്ലെങ്കിൽ അയാൾ മുന്നറിയിപ്പ് കൊടുത്തതുപോലെ തന്നെ ഇയാൾ കൊല്ലപ്പെട്ടു. അത് 2. ഇനി 3, ഈ സംഭവം നടന്ന് ഏതാണ്ട് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഈ ഇപ്പോൾ പ്രതിയെന്ന് പിടിക്കപ്പെട്ടിരിക്കുന്ന 22 വയസ്സുകാരനായ ടൈലർ റോബിൻസൺ, ഇയാൾ കുറ്റസമ്മതം നടത്തി. പക്ഷേ കുറ്റസമ്മതം വേറൊരു രീതിയിലാണ്. നമ്മൾ ഈ ബൽറാം വേഴ്സസ് താരാദാസ് എന്ന് പറഞ്ഞൊരു മലയാള സിനിമ കണ്ടതായിട്ട് ഓർമ്മയുണ്ടോ? അതിൽ മമ്മൂട്ടി ഇരട്ട വേഷത്തിലാണ്. കണ്ടാൽ ഒരു വ്യത്യാസവും ഇല്ല. ആകെ ഒരു വേഷത്തിൽ ഒരു വിഗ് എടുത്ത് മമ്മൂട്ടി തലയിൽ വെച്ചപ്പോൾ അത് താരാദാസായി, മറ്റേതിൽ കൊമ്പമീശ വെച്ചപ്പോൾ ബൽറാമായി. അല്ലേ? 2 പേർക്കും കണ്ട പരസ്പരം തിരിച്ചറിയില്ല. പക്ഷേ സിനിമ കാണുന്ന നമുക്കറിയാം ഇത് രണ്ടും ഒരാളാണ് എന്നല്ലേ. അപ്പോൾ ഇങ്ങനെ ഇരട്ടകളല്ലാതെ എന്നാൽ സാദൃശ്യമുള്ള ഒരേപോലെ തോന്നുന്ന വ്യക്തികളുണ്ടാകും. അവരെ ഡോപ്പിൾ ഗാങ്ങർ എന്നാണ് വിശേഷിപ്പിക്കുക. അപ്പോൾ ഈ കൊലപാതകം നടത്തിയ ടൈലർ റോബിൻസൺ, ഇയാൾക്ക് ഡിസ്കോഡ് എന്ന് പറയുന്ന ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഉണ്ട്. നമ്മുടെ ഈ ഇൻസ്റ്റാഗ്രാം, വാട്സാപ്പ് ഇതേപോലെ ചാറ്റ് ചെയ്യുന്ന ഇപ്പോൾ ഒരു സുഹൃത്ത് വലയമാണ്. അപ്പോൾ അതിൽ ഇയാളുടെ സുഹൃത്തുക്കളൊപ്പം ചാറ്റ് ചെയ്യുന്നതിനിടയിൽ ഇയാൾ പറഞ്ഞു അത്രേ, ഈ ചാർലി കിർക്ക് എന്ന് പറയുന്നയാളെ കൊലപ്പെടുത്തിയത് എൻ്റെ ഡോപ്പിൾ ഗാങ്ങറാണ്. കാരണം ഇതിനോടകം തന്നെ പോലീസ് അവിടെ നിന്നുള്ള CCTV വിഷ്വൽസിൽ ഈ കൊലപാതകി എന്ന് സംശയിക്കുന്ന ആളുടെ ചിത്രങ്ങൾ പുറത്തുവിട്ടു. അപ്പോൾ അതിൽ ഈ ടൈലർ റോബിൻസണുമായിട്ട് വളരെ സാദൃശ്യമുണ്ട്. അയാളുമായിട്ട് ഏകദേശം, കാരണം തൊപ്പിയൊക്കെ ധരിച്ച രീതിയിലാണ് ആ ദൃശ്യം പുറത്തു വിട്ടേക്കുന്നത്. അപ്പോൾ നമുക്ക് ഏകദേശം സാദൃശ്യം മാത്രമേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഏകദേശം ഇയാളുമായിട്ട് സാദൃശ്യമുണ്ടല്ലോ എന്ന് ഈ സുഹൃത്തുക്കളുടെ സംസാരത്തിൽ ചോദിച്ചു. അപ്പോൾ ഇയാൾ പറഞ്ഞ മറുപടി ഇങ്ങനെയാണ്, ഞാനല്ല, എന്നോട് സാദൃശ്യമുള്ള ഒരാളാണ് അത് ചെയ്തേക്കുന്നതെന്ന് ഇയാൾ പറഞ്ഞു. അപ്പോൾ അടുത്ത ചർച്ച, ഈ പോലീസുകാർ അല്ലെങ്കിൽ അന്വേഷണ ഉദ്യോഗസ്ഥർ $1,00,000 ഇനാം പ്രഖ്യാപിച്ചിരുന്നു ഇയാളെക്കുറിച്ചുള്ള വിവരം കിട്ടുന്നതിനെക്കുറിച്ച്. അപ്പോൾ ഇവരുടെ സുഹൃത്ത് വലയത്തിൽ വന്ന അടുത്ത ചർച്ച, എങ്കിൽ ഇയാളാണെന്ന് കരുതി ഇവനെ തന്നെ പിടിച്ചു കൊടുത്താലോ, ഈ സാദൃശ്യമുണ്ടല്ലോ. അപ്പോൾ ഈ യഥാർത്ഥ പ്രതിയായ ടൈലർ റോബിൻസൺ പറയുന്നുണ്ട്, ശരി, ആ കിട്ടുന്ന പ്രതിഫലത്തിൽ ഒരു വിഹിതം എനിക്ക് കിട്ടിയാൽ ഞാൻ ഈ പ്ലാനോട് സഹകരിക്കാം.
അപ്പോൾ അത്തരത്തിൽ ചർച്ചകൾ നടത്തി. അപ്പോൾ പിന്നീട് ഈ ടൈലർ റോബിൻസൺ, ഈ പ്രതി 22 വയസ്സ് മാത്രമേ ഉള്ളൂ, ഈ ടൈലർ റോബിൻസന്റെ ഒരു സുഹൃത്ത് പോലീസിന് കൊടുത്ത ഒരു മൊഴിയാണ് യഥാർത്ഥത്തിൽ ഇയാളെ കുടുക്കിയത്. കാര്യം ഈ സുഹൃത്ത് പറഞ്ഞു, ഈ പറയുന്ന ടൈലർ റോബിൻസൺ കാട്ടിലെവിടെയോ ഒരു തോക്ക് ഉപേക്ഷിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല, ഈ ടൈലർ റോബിൻസൺ ഈ ലോങ് റേഞ്ചിൽ വെടിയുതിർക്കാൻ ഇയാളുടെ കഴിവിനെക്കുറിച്ച് എപ്പോഴും വാചാലമായി സംസാരിക്കുമായിരുന്നു. ഈ കൊലപാതകം നടത്തിയതും അങ്ങനെയാണ്, ദൂരെ നിന്നുകൊണ്ട് വെടിയുതിർത്ത് ഇയാളുടെ കഴുത്തിന് വെടിയേറ്റാണ് ഇയാൾ മരിക്കുന്നത്. അപ്പോൾ ഈ മൊഴി പോലീസിന് കിട്ടിയതാണ് വാസ്തവത്തിൽ ഈ പ്രതിയിലേക്ക് എത്തിയത്. അല്ലെങ്കിൽ ഒരു കാരണവശാലും പോലീസിന് ഈ പറയുന്ന ടൈലർ റോബിൻസൺ എന്ന പ്രതിയെ കണ്ടുകിട്ടാനേ സാധിക്കില്ലായിരുന്നു. ഇനി എന്താണ് ഈ ടൈലർ റോബിൻസൺ എന്ന് പറയുന്ന 22 വയസ്സുകാരനെ ഈ കൊലപാതകം ചെയ്യാൻ പ്രേരിപ്പിച്ചതെന്ന് പറഞ്ഞാൽ ഒറ്റേ ഒരു സൂചന മാത്രമേ നമുക്കുള്ളൂ. കാര്യം ഈ കൊല്ലപ്പെട്ടയാൾ ഈ ചാർലി കിർക്ക് എന്ന് പറയുന്ന കടുത്ത വംശീയവാദിയാണ്. അതുകൂടാതെ ഇപ്പോൾ ഇന്ത്യ വിരുദ്ധ നിലപാടുകളൊക്കെ പറയുന്ന ആളാണ്. കറുത്ത വർഗ്ഗക്കാരെന്ന് കണ്ണെടുത്താൽ കണ്ടുകൂടാ. കറുത്ത വർഗ്ഗക്കാർ യോഗ്യതയുണ്ടെങ്കിലും അവർ യഥാർത്ഥത്തിൽ ചില ജോലികളൊക്കെ ചെയ്യാൻ അയോഗ്യരാണ് എന്നൊക്കെ വാദിക്കുന്ന ഒരാളാണ്. അപ്പോൾ അമേരിക്കയിൽ അമേരിക്കക്കാർ മാത്രം മതി എന്നുള്ളൊരു നിലപാടൊക്കെ പറയുന്ന ഒരാളാണ് ഇയാൾ. ഈ നമ്മുടെ ട്രാൻസ്ജെൻഡർ വിഭാഗങ്ങളുണ്ടല്ലോ, അല്ലെങ്കിൽ ഭിന്നലിംഗക്കാർ, അവരൊന്നും മനുഷ്യരെ അല്ല, അവരെയൊക്കെ ഇവിടെ നാട്ടി പുറത്താക്കണം എന്ന് വാദിക്കുന്ന ആൾ കൂടിയാണ്. അപ്പോൾ ഈ പ്രതി ടൈലർ റോബിൻസൺ അയാൾ ഇതേപോലെ ഒരു ട്രാൻസ് പാർട്ട്ണർ, അതായത് സ്ത്രീയോ പുരുഷനോ അല്ലാത്ത ഭിന്നലിംഗത്തിൽപ്പെട്ട ഒരാളുമായിട്ട് ജീവിക്കുന്ന ഒരാളാണ്. അയാൾ അവരുമായിട്ട് ദാമ്പത്യം വേണമെങ്കിൽ പറയാം, ആ രീതിയിൽ ജീവിക്കുന്ന ഒരാളാണ്. ഈ പറയുന്ന ഉട്ട വാലി യൂണിവേഴ്സിറ്റിയുടെ സമീപത്തുള്ള സെയിൻറ്റ് ജോർജ് എന്ന് പറയുന്ന ഒരു അപ്പാർട്ട്മെൻറ്റിലാണ് ഇവർ താമസിക്കുന്നത്. അപ്പോൾ ഈ കൊലപാതകം നടക്കുന്നതിന് തൊട്ട് മുമ്പ് ഈ ചാർലി കിർക്കിനോട് ഈ സദസ്സിലുള്ളവർ ചോദ്യം ചോദിക്കുന്നുണ്ട്. അതിൽ ഈ ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ട എത്ര പേർ ഇപ്പോൾ അക്രമകാരികളായിട്ടുണ്ട്? അപ്പോൾ ഇയാൾ മറുപടി കൊടുക്കുന്നുണ്ട്, ഒരുപാട് പേരുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഇത്തരത്തിൽ ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ എന്നുമാത്രം അക്രമം നടത്തുന്നുണ്ട്, അപ്പോൾ ഒരുപാടുണ്ട്, അതൊക്കെ എണ്ണിയാൽ ഒരുപാടുണ്ട് എന്ന തരത്തിൽ ഈ ചാർലി കിർക്ക് മറുപടി പറഞ്ഞ് തൊട്ട് പിന്നാലെയാണ് ഇയാൾക്കെതിരെ വെടിയുതിർക്കുന്നത്. അപ്പോൾ ഈ ചോദ്യവും ഈ പ്രതിയായ ടൈലർ റോബിൻസന്റെ പശ്ചാത്തലവും വെച്ച് നോക്കുമ്പോൾ ഇയാൾ തന്നെ ആവണം ഇത് ചെയ്തത് എന്ന് മനസ്സിലാക്കണം. കാര്യം ഇയാൾക്ക് ഈ ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ള ഒരു പാർട്ട്ണറുണ്ട്, അല്ലെങ്കിൽ ഒരു ട്രാൻസ് പാർട്ട്ണർ ഇയാൾക്കുണ്ട്. അയാളുമായിട്ടാണ് കഴിയുന്നത്. പക്ഷേ ഇവിടെ അപ്പോഴും പോലീസിന് കൃത്യമായ ഒരു വിവരം അപ്പോഴും ഉണ്ടായിരുന്നില്ല. ഈ പറയുന്ന ടൈലർ റോബിൻസൺ അയാളുടെ പിതാവിനോട് ചെന്ന് കുറ്റസമ്മതം നടത്തി. അങ്ങനെ അയാളുടെ പിതാവ് പോലീസിനെ അറിയിച്ചിട്ടാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. അപ്പോൾ ഇത്ര വലിയ സുരക്ഷാ സംവിധാനങ്ങൾ, അന്വേഷണ ഉദ്യോഗസ്ഥർ, CCTV സർവൈലൻസ് ഒക്കെ ഉള്ള അമേരിക്കയിൽ ഇത്രയും വലിയ ഒരു പ്രമാദമായൊരു കൊലപാതകം നടന്നിട്ടും മണിക്കൂറുകൾക്ക് ശേഷവും പോലീസിന് വിവരം നൽകുന്നവർക്ക് $1 ലക്ഷം പ്രതിഫലം വരെ പ്രഖ്യാപിച്ചിട്ടാണ് അയാൾ സ്വയം സന്നദ്ധനായതുകൊണ്ട് മാത്രം പ്രതിയെ പിടിക്കാൻ സാധിച്ചത്. ഇവിടെ ട്രംപിൻ്റെ നിലപാടുകളും ശ്രദ്ധേയമാണ്. കാര്യം ട്രംപിൻ്റെ ഏറ്റവും വലിയ വിശ്വസ്തൻ, മനസാക്ഷി സൂക്ഷിപ്പുകാരൻ എന്നൊക്കെയാണ് ഈ 31 വയസ്സ് മാത്രമുള്ള ഇയാൾ അറിയപ്പെടുന്നത്. ഏതാണ്ട് 15 വയസ്സുള്ളപ്പോൾ മുതൽ ഇയാൾ ഈ സോഷ്യൽ മീഡിയ രംഗത്ത് സജീവമാണ്. അവിടെ മുതൽ പ്രഭാഷണ പരമ്പരകളൊക്കെ തുടങ്ങി ക്രമേണ ട്രംപിൻ്റെ ക്യാമ്പയിനിൽ വരെ എത്തിയ ഒരാളാണ്. അപ്പോൾ ഇയാൾ കൊല്ലപ്പെടും എന്നുള്ളത് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല എന്നുള്ളതാണ് ട്രംപിൻ്റെ ഒടുവിലത്തെ നിലപാട്. പക്ഷേ വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ പ്രചരണം നടക്കുന്നു. ട്രംപിൻ്റെ മകൻ ജൂനിയർ ട്രംപ് അടുത്ത നേതാവായി വളർന്നു വരാൻ തയ്യാറെടുത്ത് നിൽക്കുകയാണ്. അപ്പോൾ ഈ പറയുന്ന ചാർലി കിർക്ക് എന്ന് പറയുന്നയാൾ ജൂനിയർ ട്രംപിനൊരു വെല്ലുവിളിയായി മാറുമോ? അതുകൊണ്ട് ആ ഭയത്താൽ ഈ ചാർലി കിർക്കിനെ മുളയിലേ നുള്ളിക്കളഞ്ഞതാണ്. അതിൻ്റെ പിന്നിൽ ട്രംപിന് പങ്കുണ്ടോ എന്ന തരത്തിൽ വലിയ രീതിയിലുള്ള പ്രചരണം, ആക്ഷേപം സോഷ്യൽ മീഡിയയിലുണ്ട്. അതും ഇതെല്ലാം കൂടി വെച്ച് കൂട്ടി വായിക്കുമ്പോൾ ഈ ദുരൂഹത വർദ്ധിക്കുകയാണ്.